മാജിക് പ്രാക്ടീസിൻ്റെ 4-ാം ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാജിക് പ്രാക്ടീസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ആരോഗ്യത്തെ പറ്റിയാണ്. മാന്ത്രികമായിട്ടുള്ള ആരോഗ്യം, അതാണ് ഇന്ന് നമ്മുടെ സബ്ജക്റ്റ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും അവഗണിക്കുന്നതും എന്താണ്? നമ്മളുടെ ആരോഗ്യം തന്നെയാണ്. പലപ്പോഴും നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, നമ്മൾക്ക് രോഗങ്ങൾ പിടിപെടുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ അപ്പം മാത്രമാണ് നമ്മളുടെ നല്ല ആരോഗ്യത്തെപ്പറ്റി നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നതും. നമ്മളുടെ ജീവിതത്തിൽ ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ആരും നമുക്ക് ഉണ്ടാവില്ല, നമ്മൾ തന്നെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി എന്നൊക്കെയുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക. അപ്പം ഞാനാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ആരോഗ്യത്തിന് അത്ര പ്രാധാന്യമൊന്നും കൊടുത്തിരുന്ന ഒരാളല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രുചിയുള്ള ആഹാരം കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു എൻ്റെ ചെറുപ്പകാലം. അതിൽ നിന്ന് മാറിയിട്ട് ചെറുപ്പത്തിൽ തന്നെ ആസ്മാറ്റിക് ആവുകയും ലൈഫ് സ്റ്റൈൽ ഡിസീസ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്തപ്പോഴാണ് ഞാനും എൻ്റെ മികച്ച ആരോഗ്യത്തിലേക്ക് വർക്ക് ചെയ്യണം എന്ന ബോധ്യത്തിൽ ആ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും ആ ആരോഗ്യത്തെ പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കാനായിട്ടുള്ള ലെവലിലേക്ക് മാറിയത്. ഈ ആരോഗ്യത്തെ പറ്റി ഒരു ഇറ്റാലിയൻ പഴമൊഴിയുണ്ട്: നല്ല ആരോഗ്യമുള്ളവൻ സമ്പന്നനാണ്, എങ്കിലും അവൻ അതറിയുന്നില്ല. നമ്മളൊക്കെ നന്നായിരിക്കുമ്പോൾ അപൂർവമായിട്ട് മാത്രമേ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ബോധപൂർവം ചിന്തിക്കാറുള്ളൂ. പക്ഷെ നമ്മൾക്കൊരു പനിയോ ജലദോഷമോ എന്തെങ്കിലുമൊക്കെ വയ്യായികയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നറിയാമോ? ഒന്ന് കിടക്കുമ്പോൾ നമുക്കറിയാം. നമ്മൾക്ക് അപ്പോഴാണ് അറിയുന്നത് ഈ ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾക്കൊന്നും ഇല്ല, നമ്മളുടെ ജീവിതം അത്രയും ബുദ്ധിമുട്ടിലായി പോയി എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണത് പലപ്പോഴും ഈ ഒരു ചെറിയ ചെറിയ രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത് മികച്ച ആരോഗ്യമാണ്. അതിന് ഓരോ ദിവസവും നല്ല ആരോഗ്യത്തിലൂടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ആരോഗ്യത്തിന് കൃതജ്ഞത ഉള്ളവരാവാൻ നമ്മൾക്ക് ശ്രമിക്കണം. കാരണം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? കൃതജ്ഞതയുള്ളവർക്ക് കൂടുതലായി നൽകപ്പെടും, അത് സമൃദ്ധമായി നൽകപ്പെടും. ആർക്കാണോ കൃതജ്ഞത ഇല്ലാത്തത് അവരിൽ നിന്ന് ഉള്ളതും എടുക്കപ്പെടും. അപ്പോൾ നമ്മൾ പലപ്പോഴും പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ കൃതജ്ഞത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾക്ക് കൃതജ്ഞത എന്തിലും ഉണ്ടാവണം, നമ്മുടെ നല്ല ആരോഗ്യത്തിനും നമ്മൾ കൂടുതലായിട്ട് കൃതജ്ഞത അർപ്പിക്കണം. ആ കൃതജ്ഞത നമ്മുടെ നല്ല ആരോഗ്യത്തിന്, നല്ല ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മൾ വീണ്ടും നല്ല മികച്ച ആരോഗ്യമുള്ള ഒരാളായിട്ട് മാറും. അപ്പം നമ്മൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു ഫിറ്റ് ബോഡി, നമ്മൾ ഡ്രീം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരോഗ്യകരമായൊരു ലൈഫ് സ്റ്റൈല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കണം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം എന്താ? കള്ളും കുടിക്കില്ല, പുകയും വലിക്കില്ല, നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് മരണപ്പെടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മൾ പറയും, അവൻ എത്ര നല്ല ഉണ്ണിയായിട്ട് ജീവിച്ചതാ, എന്നിട്ട് അവൻ നേരത്തെ പോയി. പക്ഷേ വളരെ കള്ളു കുടിച്ച് ഒരു ബോധവും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് കാലിന് പോലും ഇവന് വേണ്ട, നമ്മൾ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരോഗ്യപരമായ ജീവിത രീതി അനുവർത്തിച്ചാലും നമ്മൾക്കുള്ള ആരോഗ്യത്തിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതൊക്കെ ചെയ്യണതിനൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഈ ആരോഗ്യം നമുക്ക് നിലനിർത്തി കിട്ടണം. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ എവരി ഡേ നമ്മുടെ ആരോഗ്യത്തിന്, നമ്മൾ ദൈവത്തിന്, പ്രപഞ്ചത്തിന് നന്ദി പറയണം. അപ്പം ആ ഒരു നന്ദി നമ്മൾ പ്രകാശിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും മികച്ച ആരോഗ്യത്തിലേക്ക്, മികച്ച ഓരോ നല്ല നല്ല കാര്യങ്ങൾ നമ്മളൊക്കെ അട്രാക്ട് ചെയ്യും.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ജോൺ ഹെൻറി ജോവെറ്റ് എന്ന് പറഞ്ഞൊരു രചയിതാവുണ്ട്. അങ്ങേര് പറയുന്നൊരു കാര്യമുണ്ട്, കൃതജ്ഞത ഒരു വാക്സിൻ പോലെയാണ്. അല്ലെങ്കിൽ കൃതജ്ഞത ഒരു വാക്സിനൊക്കെ നമ്മൾ എടുക്കണേ എന്തിനാ? രോഗം വരാതിരിക്കാൻ. അല്ലെങ്കിൽ രോഗം വന്ന് ആൾക്കാർക്ക് ഒരു മറുമരുന്നായിട്ട് ആൻറ്റിസെപ്റ്റിക് ആയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ കൃതജ്ഞതയെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ എത്ര അളവോളം കൃതജ്ഞത ഉള്ളവരാണോ അതേ അളവിൽ നമ്മളുടെ ആരോഗ്യം മാന്ത്രികമായിട്ട് വർദ്ധിക്കും. അതുകൊണ്ട് എവറി ഡേ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം എവറി ഡേ. അപ്പോൾ നമ്മൾക്കിപ്പോൾ വെയിറ്റ് കുറയാനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ ആ വെയിറ്റ് കുറഞ്ഞതിന് നമ്മൾ നന്ദി പറയണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ വെയിറ്റൊക്കെ കുറയും. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. അപ്പം എല്ലാ ദിവസവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കരുത്. എവറി ഡേ നിങ്ങൾ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യണം. അപ്പം എല്ലാ ദിവസവും നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ ഓൾമോസ്റ്റ് അറിഞ്ഞ് തന്നെ നിങ്ങൾ നോക്കണം. ആ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ആരോഗ്യത്തിൽ കൃതജ്ഞത ഉണ്ടാവുന്നത് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ഒരു ആവേശത്തോടെ നമുക്ക് ജീവിക്കണമെങ്കിൽ, നല്ല ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം എന്തൊക്കെ വലിയൊരു അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാൾ ആ മരുന്നിനൊപ്പം തന്നെ നമ്മൾ കൃതജ്ഞതയും എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ അസുഖം മാറും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളിപ്പോൾ മരുന്ന് കഴിക്കുന്നതിനൊപ്പം ആ ഡോക്ടർക്ക് നിങ്ങൾക്ക് നന്ദി എഴുതാം. ആ മരുന്ന് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് രോഗശാന്തി കിട്ടിയതിന് നന്ദി എഴുതാം. ഇവയൊക്കെ നമ്മളിങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ തോറും നമ്മളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിലേക്ക് അത് തന്നെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മളുടെ പരിശീലനം പോകണം എങ്ങനെയാണ്? ആദ്യം നമ്മൾ 1 മുതൽ 10 വരെയുള്ള അനുഗ്രഹങ്ങൾ എഴുതുക. ആ അനുഗ്രഹങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് നന്ദി എന്ന് നമ്മൾ ഒച്ചത്തിൽ പറയുക. എഗെയിൻ രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേപ്പർ കാർഡോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു വാക്ക് എഴുതുക: ആരോഗ്യത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ ഇത് ഒന്ന് വായിക്കുക. എന്നിട്ട് നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ഒന്ന് ഓൾമോസ്റ്റ് എഴുതിയതൊന്ന് കെട്ടിത്തൂക്കിയിടുക. അപ്പോൾ നമ്മളുടെ വിഷൻ ബോർഡിലൊക്കെ വെച്ചാലും കുഴപ്പമില്ല. ആരോഗ്യത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത്. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ആരോഗ്യവും ആണ്. അതാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മാനിക്കണം. അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയും ചെയ്യണം. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ കാണുന്ന സ്ഥലത്ത് അത് വയ്ക്കുക. എഗെയിൻ നിങ്ങൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആരോഗ്യത്തിന് ഓരോ കാര്യങ്ങളും നിങ്ങളിങ്ങനെ നോക്കുക. നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് ചെയ്യുക. നമ്മളുടെയൊക്കെ ലൈഫിലുണ്ടല്ലോ എന്തോരം കാര്യങ്ങൾ, എന്തോരം ഓർഗൻസ് ഒരുപോലെ പ്രവർത്തിക്കണം കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുന്നത്. നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഓരോ അവയവങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അവ നിരന്തരമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിലെ ഓരോ എല്ലാറ്റിനെയും വൃത്തിയാക്കുകയും പുതുക്കുകയൊക്കെ ചെയ്തിട്ട് പോണത് കൊണ്ടാണ്, അവരത്രയധികം പണിയെടുക്കണതുകൊണ്ടാണ് നമ്മുടെ ഓരോ അവയവങ്ങളും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അവയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. നമ്മുടെ ഹൃദയത്തിനെ പറ്റി ഒന്ന് ആലോചിക്കാം. ആ ഹൃദയം അത്രയും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഓരോ സെക്കൻഡിലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമ്മളുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് എത്രയധികം പണിയെടുക്കണം നമ്മളുടെ ഓരോ അവയവങ്ങളും. അപ്പം അതിനൊക്കെ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതിന് നമ്മൾ നന്ദി പറയണ്ടേ? അപ്പം അതുകൊണ്ട് ഓരോ നമ്മളുടെ ചെവിയായാലും നമ്മളുടെ ചുണ്ടുകളായാലും നമ്മളുടെ വായയായാലും നമ്മുടെ കണ്ണുകളായാലും നമ്മളുടെ കേൾക്കാനുള്ള ശക്തിയായാലും നമ്മളുടെ കാലുകളായാലും കൈകളായാലും നമ്മളുടെ ബ്രെയിനായാലും നമ്മളുടെ ഹൃദയമായാലും നമ്മുടെ ഓരോ അവയവങ്ങളിൽ നമ്മൾ എടുത്തിട്ട് തന്നെ നന്ദി പറയുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഗുണം എന്നറിയാമോ? നമ്മളിലേക്ക് അത്ഭുതകരമായിട്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. അപ്പോൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമായാലും ഓരോന്നും നമ്മളുടെ ജീവിതത്തിൽ ഇവയൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കണതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നമ്മളുടെ ആ ഒരു കമാൻഡൊക്കെ ബോഡിക്ക് അനുസരിച്ചിട്ട് ചെയ്യുന്ന ലെവലിലേക്ക് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഓരോ അവയവങ്ങളെയും സമർപ്പിച്ച് നന്ദി പറയാം. നല്ല ആരോഗ്യത്തെ സമർപ്പിച്ച്, നല്ല ഭക്ഷണത്തെ സമർപ്പിച്ച്, നമ്മുടെ എവരിത്തിങ് നമ്മൾ ഓൾമോസ്റ്റ്
നന്ദി എഴുതുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മളുടെ ആരോഗ്യത്തിൽ എന്നും മൈൻഡ്ഫുള്ളായിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ, നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ, നമ്മുടെ ആരോഗ്യത്തെ കാത്ത് സംരക്ഷിക്കാനായിട്ട് സമയവും പണവും ഒക്കെ മുടക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വളരെ ഊർജ്ജസ്വലതയുള്ളവരായിട്ട് മാറും. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും നമ്മൾക്ക് ഉന്നതി ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ലൈഫ് തന്നെ മാറും. നമ്മളെ കാണുമ്പോൾ ഏതൊരാൾക്കും അട്രാക്ഷനുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക, ക്രമമായിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 80% മാത്രമേ വയറ് നിറയ്ക്കാവുള്ളൂ. കഴിക്കുന്നതും വൈകുന്നേരമൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കാം. ഒരു 6 മണിക്ക് മുമ്പോ 7 മണിക്ക് മുമ്പൊക്കെ നമ്മളുടെ ഡിന്നർ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയാൽ അത് നമ്മളുടെ ലൈഫിന് ഒത്തിരി അധികം വ്യത്യാസം കൊണ്ടുവരും. വെയിറ്റൊക്കെ കൂടാത്തൊരവസ്ഥ പോകും. രാത്രിയിൽ അധികം കഴിക്കുന്നത് കുറച്ചിട്ട് വളരെ മിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനും പറ്റുവാണെങ്കിൽ അരിയാഹാരമൊക്കെ കഴിക്കാതിരിക്കാനും ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് കുറച്ചുകൂടി ഒരു മികച്ച ഒരു ദിവസം ഓരോ ദിവസവും സൃഷ്ടിക്കാനായിട്ട് വളരെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ സഹായിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മാജിക് പ്രാക്ടീസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കിടക്കാൻ പോണതിന് മുമ്പ് നിങ്ങളുടെ കല്ലെടുക്കുക. ഇന്നത്തെ ദിവസം നടന്ന ഓരോ കാര്യങ്ങളും നിങ്ങളൊരു സിനിമ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് റീപ്ലേ ചെയ്യുക. ആ റീപ്ലേ ചെയ്തിട്ട് അതിന് ഓരോന്നിനും നിങ്ങൾ നന്ദി എന്നുള്ള ആ മാന്ത്രിക വാക്ക് പറയുക. അന്നേരം ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ച ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഏറ്റവും ഒരു ഡ്രീമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും വലുതായിട്ട് സംഭവിച്ച ആ ഒരു കാര്യത്തിനും കൂടി നന്ദി പറഞ്ഞിട്ട് സന്തോഷത്തോടെ നിങ്ങൾ ഉറങ്ങുക. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഓൾമോസ്റ്റ് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഗോൾ കാർഡൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നമ്മൾക്ക് അടുത്ത ദിവസം പുതിയൊരു പ്രാക്ടീസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.